നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് 10 ഫോക്ക് ഡാൻസിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Satyaram Riyang received the Padma Shri for promoting the Hojagiri dance form. He belongs to which of the following states? So Satyaram Riyang എന്ന് പറയുന്ന വ്യക്തി ഹോജാഗിരി ഡാൻസ് ആണ് പ്രൊമോട്ട് ചെയ്തതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഹോജാഗിരി ഡാൻസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലെയാണെന്ന് നമുക്ക് ഒരു ഏകദേശം ധാരണ ഉണ്ടാകും. കാരണം അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സത്യാറാം റിയാങ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് അറിയാലോ അല്ലേ? സോ ഓപ്ഷൻസ് നോക്കിയാൽ സിക്കിം, മണിപ്പൂർ, ആസാം ആൻഡ് ത്രിപുര. സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാൻ പറ്റും ഇവിടെ നിന്നാണ് അദ്ദേഹം എവിടെ നിന്നാണ്, ത്രിപുരയിൽ നിന്നാണ് വരുന്നത് സത്യാറാം റിയാങ്. സത്യാറാം റിയാങ് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കിയാലോ. Satyaram Riyang belongs to Tripura and Hojagiri എന്താണ് is a famous dance of Tripura. ഇനി റിയാങ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആണ്. is the second largest tribal community of Tripura. അവരെ നമ്മൾ എന്താണ് ബ്രൂ എന്നുള്ളൊരു പേരിലും അറിയപ്പെടാറുണ്ട്. So that is about Satyaram Riyang and Hojagiri. മറക്കരുത്, Tripura, Hojagiri. Okay, second question. Which of the given personalities is not associated with Carnatic music? So Carnatic musicുമായി ബന്ധപ്പെടാത്ത പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും. കല്യാണി വരദരാജൻ, MS സുബ്ബലക്ഷ്മി, വിഷ്ണു നാരായൺ ഭട്ഖണ്ഡെ ആൻഡ് സുബ്രഹ്മണ്യ ഭാരതിയാർ. അപ്പോൾ ഇതിലെ പേര് വെച്ചിട്ട് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കായിരിക്കും, വിഷ്ണു നാരായൺ ഭട്ഖണ്ഡെ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്കൊരു സൗത്ത് ഇന്ത്യൻ നെയിംസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല MS സുബ്ബലക്ഷ്മി ഇസ് വെരി ഫേമസ്, സുബ്രഹ്മണ്യ ഭാരതിയാർ ഇസ് ഓൾസോ വെരി ഫേമസ്. ഓക്കെ, സോ വളരെ പോപ്പുലർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധ്യത ഏതാണ് വരുന്നത്? വിഷ്ണു നാരായൺ ഭട്ഖണ്ഡെ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ആൻസർ. വിഷ്ണു നാരായൺ ഭട്ഖണ്ഡെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ആണ്. ബാക്കി എല്ലാവരും അസോസിയേറ്റഡ് വിത്ത് കർണാട്ടിക്. ഓക്കെ, കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ആണ്. സുബ്രഹ്മണ്യ ഭാരതിയാർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റും കൂടിയാണ്. റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കൂടി പഠിച്ചു പോവുക കേട്ടോ. ഇത് തന്നെ നാളെ ചോദിക്കണം എന്നൊന്നുമില്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇനി വരുന്ന എക്സാംസിൽ. Now, third one, മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കിയാൽ പത്മശ്രീ awardee in 2022 Arjun Singh Dhruv is a tribal dancer of which of the following dance forms? So ഈ ചോദ്യം എന്താണ് അണ്ടർലൈൻ ചെയ്യുന്നത്? പത്മ അവാർഡീസിന്റെ പേര് അതുപോലെ അവരുടെ അസോസിയേറ്റഡ് ഫീൽഡ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. സോ 2022 ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരുന്നത്. ഇദ്ദേഹം ഏത് ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അർജുൻ സിംഗ് ദുർവെ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് നോക്കിയാൽ ബൈഗ, ചൗ, സന്താൾ ആൻഡ് തേർത്താലി. ഏത് ഡാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്? അപ്പം അർജുൻ സിംഗ് ദുർവെ എന്ന് പറയുന്നത് അദ്ദേഹം ബൈഗ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി ബൈഗ ഡാൻസ് എന്ന് പറയുന്നത് ബൈഗ ട്രൈബിന്റെ ഡാൻസ് ഫോമാണ്. ബൈഗ ട്രൈബ് എവിടെ റിസൈഡ് ചെയ്യുന്നത്? മധ്യപ്രദേശ്, മറക്കരുത്. ഓക്കെ, ഇനി ചൗ അല്ലെങ്കിൽ ചൗ ഡാൻസ് എന്ന് പറയുന്നതോ അതൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് ചൗ ഡാൻസ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് മിനിസ്ട്രി ഓഫ് കൾച്ചർ പറയുന്നത് ചൗ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ് വിത്ത് മാർഷ്യൽ ആൻഡ് ഫോക്ക് ട്രഡീഷൻസ്. സോ മാർഷ്യൽ ആർട്സും അതിനകത്ത് ഇൻവോൾവ് ആണ്, ഫോക്ക് ട്രഡീഷൻസും ഉണ്ട്. 3 സ്റ്റൈലിൽ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. 3 സ്റ്റൈലിലാണ് ചൗ ഡാൻസ് വരുന്നത്. അതായത് ചൗ ഡാൻസ് നമ്മൾ പറയുന്നത് 3 സ്റ്റേറ്റ്സിലായിട്ടാണ്, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ആൻഡ് ഒഡീഷ. അത് അവർ ആ പറയുന്നത് സ്റ്റൈലുമുണ്ട്. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ അത് പുരുലിയ ചൗ എന്ന് പറയും, ജാർഖണ്ഡിലാണെങ്കിൽ സെറൈക്കേല ചൗ എന്ന് പറയും, ആൻഡ് ഒഡീഷയിലാണെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്? മയൂർ ഭഞ്ച് ചൗ എന്ന് പറയും. ഓക്കെ, ഇനി സന്താൾ ഡാൻസ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ സന്താൾ കമ്മ്യൂണിറ്റിയുടെ ഡാൻസ് ഫോമാണ് സന്താൾ ഡാൻസ്. പിന്നെയുള്ളത് ഏതാണ്? തേർത്തലി. തേർത്തലി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ കമാർ ട്രൈബിന്റെ ഒരു ഡാൻസ് ഫോമാണ് തേർത്തലി എന്ന് പറയുന്നത്. ദിസ് ഇസ് പെർഫോംഡ് ബൈ 2 or 3 women. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് ഇത് ഏത് ഡാൻസ് ഫോം ആണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? 2-3 സ്ത്രീകൾ ദേ സിറ്റ് ഓൺ ദി ഗ്രൗണ്ട്. അപ്പോൾ തറയിൽ ഇരുന്നിട്ട് വിത്ത് മഞ്ചീരാസ് ടൈഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. തന്നെ മഞ്ചീര എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇലത്താളം ടൈപ്പ് ഓഫ് മണികളാണ്. ഈ ഇലത്താളം ടൈപ്പുള്ളൊരു സാധനമാണ്. അപ്പം ഇവര് ഇത് ബോഡിയുടെ പല പാർട്സിലായിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രത്യേക തരം ഡാൻസ് ഫോം ആണ് ഇരുന്നിട്ടുള്ളത്. അപ്പൊ ഇവര് ഡാൻസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ പറയുന്നത് ഇലത്താളം കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ സാധനമാണ്. സോ ദാറ്റ് ഈസ് ദിസ് പെർട്ടിക്കുലർ ഡാൻസ് ഫോം തേർത്താലി. സോ അർജുൻ സിംഗ് ദുർവെ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഏത് ഡാൻസ് ഫോമാണ്? ബൈഗ ഡാൻസ് ഫോർ മധ്യപ്രദേശ്. 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ ബോർഗീത്ത്. ബോർഗീത്ത് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം?
സോ ഏത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് ഒഡീസി, മണിപ്പൂരി, സത്രിയ ആൻഡ് കുച്ചിപ്പുടി. ഈ ബോർഗീത് എന്ന് പറയുന്നത് ഒരു ഡിവോഷണൽ സോങ് ആണ്, ഒരു ഭക്തിഗാന മോഡൽ ഒരു സോങ് ആണ്. ആൻഡ് ദിസ് വാസ് കമ്പോസ്ഡ് ഡ്യൂറിംഗ് ദ ലേറ്റ് 15th ആൻഡ് 16th സെഞ്ചുറി ബൈ ശ്രീമന്ത ശങ്കരദേവ. സോ ശങ്കരദേവ കമ്പോസ് ചെയ്ത ഭക്തിഗാനമാണ്. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിളും ഇതിനകത്ത് ഇൻവോൾവ് ആണ്, ശ്രീ മാധവ് ദേവ എന്ന് പറയുന്ന വ്യക്തി. സോ ഇവർ രണ്ടുപേരുടെ ഒരു പ്രത്യേകതയുണ്ട്. ദേ ആർ എക്സ്പോണൻസ് ഓഫ് വൈഷ്ണവൈറ്റ്സ്. ഓസാമില് വൈഷ്ണവിസം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത് ഇവർ രണ്ടുപേരുമാണ്, ശങ്കരദേവ ആൻഡ് മാധവ് ദേവ. അവർ കൊണ്ടുവന്ന ബോർഗീത് എന്ന് പറയുന്നത് ഭക്തിഗാനമാണ്. ബോറടിയൊന്നും ഇല്ല, അതിനകത്ത് ഭക്തിഗാനമാണ് വരുന്നത്, ശ്രദ്ധിക്കുക. ആൻഡ് ബോർഗീത് വാസ് ഡെവലപ്ഡ് യൂസിങ് ബ്രജവലി ഡയലക്ട്. നമ്മളോട് അത് ചോദിക്കാം. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രജവലി ഡയലക്റ്റ് ആണ്. ഇനി സത്ര എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു മൊണാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മൊണാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സന്യാസിമാരൊക്കെ താമസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോഷ്യോ റിലീജിയസും കൾച്ചറൽ സെന്റേഴ്സ്, സോഷ്യോ റിലീജിയസും കൾച്ചറൽ സെന്റേഴ്സും ആണ് ആസാമിൽ. അവർ ഒരുപാട് ആർട്ട് ഫോംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് സാത്രിയ എന്ന് പറയുന്ന ഡാൻസ് ഫോം. വേറൊന്നാണ് ബോർഗീത്. ഭക്തിഗാനത്തിന് അവിടെ അവർ ഡെവലപ്പ് ചെയ്ത ഭക്തിഗാനത്തിന് നമ്മൾ പറയുന്നത് ബോർഗീത് എന്നാണ്. അതേപോലെ തന്നെ നാടകമുണ്ട്. 1 ആക്ട് പ്ലേ ആണ്, ഒരു ആക്ട് മാത്രമേ ഉള്ളൂ. 1 ആക്ട് പ്ലേ ഉള്ള ഒരു നാടകമുണ്ട്. അതിന്റെ പേര് ആങ്കിയ നാട്ട് അഥവാ ഭാവനാസ് എന്ന് പറയും. സോ അതായത് ഈ സാത്രിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ സത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒന്ന് നമ്മുടെ സാത്രിയ ഡാൻസ്, ദാറ്റ് ഈസ് എ ക്ലാസിക്കൽ ഡാൻസ്. രണ്ടാമത്തത് ഡിവോഷണൽ സോങ് ആയ ബോർഗീത്. മൂന്നാമത് ആങ്കിയ നാട്ടർ ഭാവനാസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എവിടെയാണ്? ആസാമിലാണ്. ആൻഡ് ദീസ് ആർ അസോസിയേറ്റഡ് വിത്ത് വൈഷ്ണവിസം. ആൻഡ് വൈഷ്ണവിസത്തിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് ശ്രദ്ധിക്കുക, ഡയലക്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം. ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്യൂറിംഗ് വിച്ച് ഫെസ്റ്റിവൽ ഈസ് ഗർബ പെർഫോംഡ്? അല്ലെ, റിലേറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗർബ എന്ന് പറയുന്നത് പൊങ്കൽ, നവരാത്രി, ദിവാലി, ബിഹു. ഏതാ ഗർബ ഡാൻസ് എവിടെയാണ് വരുന്നത്? ഗുജറാത്തിലെ ഡാൻസ് ഫോം ആണ്. ആൻഡ് ദിസ് ഇസ് പെർഫോംഡ് ഡ്യൂറിംഗ് നവരാത്രി ടൈമിലാണ്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് സെലിബ്രേറ്റ്? എന്താണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി, ഓണേഴ്സ് വുമൺഹുഡ്. കാരണം തന്നെ ഫെർട്ടിലിറ്റി സൂചിപ്പിക്കുന്നതാണ് ആ നടുവിലുള്ള കൊടം. അതിന് ചുറ്റുമാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. സൂചിപ്പിക്കുന്നത് പ്രഗ്നൻസിയാണ്, കുടമാണ്, ഫെർട്ടിലിറ്റിയാണ്, വുമൻഹുഡ് ആണ് സൂചിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗർബ ഡാൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അളരിപ്പ് ഈസ് എ ഡാൻസ് പീസ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസസ് ഓഫ് ഇന്ത്യ? ഓക്കെ, അളരിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ജനറലി ഒരു ഐഡിയ കിട്ടും. അളരിപ്പ് എന്ന് പറയുമ്പോൾ ഏതാവാനാണ് സാധ്യത? ഭരതനാട്യം, കഥകളി, ഒഡീസി, കഥക്. അളരിപ്പ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഭരതനാട്യം. ഓക്കെ, ഭരതനാട്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അളരിപ്പ്. കാരണം ഭരതനാട്യത്തിന് ആദ്യത്തെ പീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന അളരിപ്പാണ്. ആൻഡ് അളരിപ്പിന്റെ അർത്ഥം എന്താണ്? ടു ബ്ലൂം. ഒരു പൂവ് ഇങ്ങനെ വരുന്നത് പോലെയാണ് ടു ബ്ലൂം ഓർ എ ബ്ലൂമിങ് ഫ്ലവർ എന്ന് പറയുന്നതാണ് അളരിപ്പ് എന്ന് പറയുന്നത്. അളരിപ്പിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട്. is considered as an obeisance to the god. Obeisance to the god എന്ന് പറയുന്നത് ദൈവത്തിനെ വർഷിപ്പ് ചെയ്യുവാണ്, ദൈവത്തിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കുവാണ്. അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അളരിപ്പ് എന്ന് പറയുന്ന ഒരു ഡാൻസ് പീസ് ഭരതനാട്യത്തിന്റെ തുടക്കത്തിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. തബൽ ചോങ്പ ഈസ് എ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്? തബൽ ചോങ്പ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ ഡാൻസ് ആണെന്നുള്ളതാണ്. ഗോവ, മിസോറാം, മണിപ്പൂർ, വെസ്റ്റ് ബംഗാൾ. കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണത്, നോർത്ത് ഈസ്റ്റിൽ എവിടെയെങ്കിലും ആയിരിക്കണം എന്നുള്ളത് അല്ലേ. സോ തബൽ ചോങ്പ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ്. പ്രശ്നമുണ്ട്, ഓപ്ഷൻസിൽ എന്താണ്? മണിപ്പൂറും ഉണ്ട്, മിസോറാമും ഉണ്ട്. അത് നമ്മൾ എങ്ങനെ നോക്കും? അപ്പം അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ തബൽ ചോങ്പ കറക്റ്റ് അറിയണം. തബൽ ചോങ്പ ഇസ് എ ഡാൻസ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ഓഫ് യാവോഷാങ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. അടുത്ത വരുന്ന എക്സാമിന് ചിലപ്പോൾ യാവോഷാങ് ആയിരിക്കും ക്വസ്റ്റ്യൻ. സോ മണിപ്പൂരിലെ ഒരു ഫേമസ് ഫെസ്റ്റിവലാണ് യാവോഷാങ് എന്ന് പറയുന്നത്. സോ യാവോഷാങ്ങിന്റെ സമയത്താണ് ഈ പറയുന്ന തബൽ ചോങ്മ എന്ന് പറയുന്ന ഒരു ഡാൻസ് നടക്കുന്നത്. ആൻഡ് ട്രഡീഷണലി ദിസ് ഡാൻസ് വാസ് പെർഫോംഡ് ഇൻ ദ മൂൺലൈറ്റ്. ട്രഡീഷണലി മൂൺലൈറ്റിലാണ് നടത്തുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം ഈ സമയത്ത് നടത്താമെന്നുള്ളതാണ്. സോ മൂൺലൈറ്റ് ടൈമിൽ നടത്തുന്ന ഒരു പ്രത്യേക ഡാൻസ് ഫോമാണ് തബൽ ചോങ്പ. എവിടെയാണ് സ്ഥലം? ഇസ് ഇൻ മണിപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പത്മജ റെഡ്ഡി, who was conferred the Padma Shri in 2022, is renowned for which of the following dance forms?
Padmaja Reddy. Again, Padma Shri in 2022. So, Padmaja Reddy options Kuchipudi, Odissi, Bharatanatyam, Kathak. So, Padmaja Reddy ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒഡീസിയും കഥക്കിനുള്ള സാധ്യത കുറവാണ്. കുച്ചിപ്പുടിയോ ഭരതനാട്യത്തിൽ വേണം നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ പത്മജ റെഡ്ഡിയെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. കുച്ചിപ്പുടി എക്സ്പോണന്റ് ആണ് പത്മജ റെഡ്ഡി. സോ പത്മശ്രീ അവർക്ക് കിട്ടിയിട്ടുണ്ട് 2022. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following dances is not predominantly performed in the Indian state of Odisha? ഒഡീഷയിൽ പെർഫോം ചെയ്യാത്ത ഒരു ഡാൻസ് വേണം നമ്മൾ പറയാനായിട്ട്. ഓപ്ഷൻസ് നോക്കിയാലോ. പൈക്ക, ഘുമുര, ധാപ്പ് ആൻഡ് ഭാവൈ. അപ്പൊ ഇതില് നമ്മളിപ്പം പൈക്ക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നത് ജാർഖണ്ഡ് ആയിരിക്കും. പക്ഷെ ജാർഖണ്ഡും ഒഡീഷ അടുത്തടുത്ത് കിടക്കുന്നുണ്ട്, ഒരു സാധ്യതയുണ്ട്. കാരണം ഗുമുര എന്തായാലും ഒഡീസയിൽ തന്നെയാ വരുന്നത്. ഗുമുര ഒഡീസയിലാണ്. പിന്നെ ഭാവൈ എന്ന് പറയുന്നത് ഒഡീസയിലാവാനുള്ള സാധ്യതയില്ല. ബിക്കോസ് ഭാവൈ ഇതെല്ലാം കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഭാവൈ എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത് ഭാഗങ്ങളിലാണ് വരുന്നത്. പിന്നീടുള്ള ദാപ്പ്. അപ്പോൾ ഓപ്ഷൻസ് വരാൻ സാധ്യതയുള്ളത് ഏതാണ്? ഭാവൈ. നമ്മളെല്ലാം പഠിച്ചിട്ടല്ലല്ലോ ആൻസർ ചെയ്യുന്നത്. പലതും നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട്, കുറച്ച് ബേസ് നോളജ് വേണം, ബാക്കി നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഭാവൈ ആവാനാണ് സാധ്യത. ഭാവൈ തന്നെയാണ് ആൻസർ വരുന്നത്. ബിക്കോസ് ഭാവൈ രാജസ്ഥാൻ, ഗുജറാത്തിലാണ്. ബിക്കോസ് വെസ്റ്റേൺ ഭാഗത്താണ് വരുന്നത്. ഒഡീഷ എവിടെ കിടക്കുന്നത്? ഈസ്റ്റേൺ ഭാഗത്താണ് വരുന്നത്. സോ ഭാവൈ ഡാൻസ് എവിടെയാണ് വരുന്നത്? ഭാവൈ ഡാൻസ് ആണ് ആൻസർ വരുന്നത്. ബിക്കോസ് എന്തായാലും അത് ഒഡീഷയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി ഭാവൈ ഡാൻസ് ഭയങ്കര രസമാണ് കാരണം എന്ന് വെച്ചാൽ വീൽഡ് വിമൻ പെർഫോമേഴ്സ് ബാലൻസ് എ നമ്പർ ഓഫ് earthen pots or brass metals as a nimbly dance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമൻ ഡാൻസേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. ഈ വിമൻ ഡാൻസേഴ്സ് എന്താണെന്ന് വെച്ചാൽ പോട്ട്സ്, തലയിൽ കുറേ കുടങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കും. ഒരു കുടത്തിന്റെ മുകളിൽ മറ്റൊരു കുടമായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസാണ് ഭാവൈ ഡാൻസ്. മെയിൽ ഡാൻസേഴ്സ് ഉണ്ട്, അവര് പാടും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യും. പക്ഷെ ഡാൻസ് ചെയ്യുന്നത് അത് സ്ത്രീകളാണ്. ആൻഡ് ദിസ് ഇസ് പെർഫോംഡ് ബൈ ജാട്ട്, ബിൽ, റൈഗർ, മീന, കുമാർ ആൻഡ് കൽബീലിയ കമ്മ്യൂണിറ്റീസ്. ഇവരെല്ലാമാണ് ഭാവൈ ഡാൻസ് വരുന്നത്. പൈക്ക നമുക്കറിയാം. പൈക്ക എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. ആൻഡ് മെയിൻലി ജാർഖണ്ഡിലാണ് പൈക്ക ഡാൻസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ബൈ മുണ്ട കമ്മ്യൂണിറ്റി. ജാർഖണ്ഡിലെ മുണ്ട കമ്മ്യൂണിറ്റിയാണ് ഈ ഡാൻസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഈ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂവിൽ മുഴുവനായിട്ട് നമുക്ക് പൈക്ക കാണാം. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡിലെല്ലാം തന്നെ പൈക്ക ഡാൻസ് കാണാം. ഓക്കെ, ഇനി ദാപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒഡീസയിലെ ഒരു ഡാൻസ് ഫോമാണ്. അതെന്താണ്? അത് സാമ്പൽപുരി ഫോക്ക് ഡാൻസ് ആണ്. സാമ്പൽപൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഒഡീസയിലാണ് ഇല്ലേ? അതേപോലെ സാമ്പൽപുരി സാരി നമുക്കറിയാം. സോ അതും ഒഡീഷയിലാണ് വരുന്നത്. സോ അതൊരു സാമ്പൽപുരി ഫോക്ക് ഡാൻസ് ആണ്. ആൻഡ് പെർഫോം ചെയ്യുന്ന ട്രൈബിന്റെ പേരൊന്ന് നോക്കി വെക്കുക. കന്ദ എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. നമുക്ക് ചോദ്യങ്ങളൊക്കെ വരാം കേട്ടോ, കന്ദ ട്രൈബ് എവിടെയാണെന്നുള്ളത്. സോ കന്ദ എന്ന് പറയുന്ന ട്രൈബിന്റെ ഡാൻസ് ഫോമാണ് ധാപ്പ് എന്ന് പറയുന്നത്. ഗുമുര ഓർ ഗുമുര എന്ന് പറയുന്നതും വീണ്ടും ഒഡീഷയിലെ ഒരു ഡാൻസ് ഫോമാണ്. മെയിൽ ഡാൻസേഴ്സ് ആണ് പെർഫോം ചെയ്യുന്നത്. കാലാഹണ്ടി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഡാൻസ് ഫോമാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഭാവയിൽ എത്തുന്നത്. അപ്പൊ ഇതിൽ ഒരു 3 എങ്കിലും നമുക്ക് കറക്കിക്കുത്താൻ അറിഞ്ഞിരിക്കണം ഇന്നതാ സ്ഥലം എന്നുള്ളത്. അത് അത്യാവശ്യം പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒന്നും അറിയാത്തവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റായ്ഗർ ഘരാന ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോംസ്? റായ്ഗർ ഘരാന. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? ക്ലാസിക്കൽ ഡാൻസസ് ആണ്. ഒഡീസി, കഥകളി, കഥക് ആൻഡ് മണിപ്പൂരി. ഇതിൽ ഘരാന വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, കഥകളി എന്തായാലും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം ഒഡീസി വരാനും സാധ്യതയില്ല. കഥക് ആൻഡ് മണിപ്പൂരി ഓൾസോ ഘരാന വരാനുള്ള സാധ്യത വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് ഓപ്ഷൻസ് കണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. എന്താണ്? കഥക്കാണ്. ഘരാന വരുന്നത് കഥക്കിലാണ്. ഓക്കെ, ഈ റായ്ഗർ ഘരാനയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതൊരു റീസെന്റ് ഘരാനയാണ്, റീസെന്റ് സ്റ്റൈലാണ്. ഘരാന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റൈലാണ്. അത് റീസെന്റ് ഡെവലപ്പ് ചെയ്തതാണ്. യങ്ങസ്റ്റ് ഓഫ് ഓൾ ഘരാനാസ് ആണ്. ഇൻഫാക്ട് കഥക്കിന്റെ 4 ഘരാനാസ് ഉണ്ടെന്നാണ്. 4 ഘരാനാസ് ഉണ്ട്. അപ്പൊ ഈ റായ്ഗർ ഘരാന കണ്ടുപിടിച്ചത് ചക്രധർ സിംഗ് ആണ്. ചക്രധർ സിംഗ്. സോ സം ക്രിട്ടിക്സ് ഡു നോട്ട് കൺസിഡർ ഇറ്റ് ആസ് എ ഘരാന ബട്ട് റാദർ എ സ്റ്റൈൽ. അതൊരു ഘരാനയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഒരു സ്റ്റൈല് മാത്രമാണ്. അത്ര ആൾക്കാർ അത് പോപ്പുലർ അല്ല എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. ഓക്കെ, ഇനി 4 ഘരാനാസ് ഓഫ് കഥക് പഠിച്ചു വെക്കണം കേട്ടോ, അത് ചോദിക്കാം. ജയ്പൂർ ഘരാന, രണ്ടാമത്തത് ബനാറസ് അഥവാ ജാനകി പ്രസാദ് ഘരാന എന്ന് പറയും. മൂന്നാമത്തത് ലക്നൗ ഘരാന. ആൻഡ് ദ യങ്ങസ്റ്റ് ആൻഡ് ദ റീസെന്റ് വൺ ഇസ് റായ്ഗർ ഘരാന.
ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകൂ. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്